താരമായ എവർഗ്രീൻ സ്റ്റാർ പത്മശ്രീ എൽസമ്മ. നിങ്ങളുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന ആപ്തവാക്യമായി മുന്നേറുകയും അതിൽ തന്നെ തലപുകഞ്ഞ് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത പ്രിയ യൗസേഫിന്റെ ഇടങ്കയ്യും വലങ്കയ്യും പോരാത്തതിന് ആതുര സേവന രംഗത്ത് നിരവധി അവാർഡ് വാങ്ങിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങിയില്ല എങ്കിലും പലരെയും വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്മാനുവലിന്റെ ഡയമണ്ട് സ്കീം സിസ്റ്റർ സ്മിതാമ്മ. യുഎഇയിലെ ബാങ്കിലെ മുദ്രപത്രങ്ങളോട് വെല്ലുവിളിച്ച് വന്നവരെയും പോയവരെയും എല്ലാം തന്റെ വിശാല മനസ്കത കാരണം ലോൺ എടുക്കാൻ സഹായിക്കുകയും എന്റെ ഒപ്പം നിങ്ങൾക്ക് മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ജിജു ബ്രദറിന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സും മരുന്ന് സംഭരണ കേന്ദ്രത്തിന്റെ മേധാവിയും സാക്ഷ്യത്തിന്റെ മൈക്കും സ്വോത്രകാഴ്ച വഞ്ചിയുടെ ടെൻഡറും ഏറ്റെടുത്ത് മക്കളെ ഇപ്പോഴേ ദൈവിക വേലയിലേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സുൽത്താൻ ഓഫ് സപ്ലിമെന്റ് ശ്രീമതി ജസമ്മ. ഇമ്മാനുവലിന്റെ സംഗീത കോളേജിൽ ബാലപാഠം പഠിച്ച് ഇമ്മാനുവലിന്റെ തന്റെ കളരിത്തട്ടിൽ അംഗം പൊരുതി പയറ്റിത്തെളിഞ്ഞ് തന്റേതായ കീബോർഡും എന്തിനേറെ ഉറപ്പുള്ള സോങ് ബുക്ക് സ്റ്റാൻഡ് വരെ ദാനം നൽകി ഇളം കാറ്റിൽ നിന്ന് കൊടിയ കാറ്റിലേക്ക് ആരാധനയെ നയിക്കുന്ന എം ബാൻഡിന്റെ പ്രമുഖ കീബോർഡിസ്റ്റ് ഷീമോന്റെ സഹധർമ്മിണിയും അച്ചായൻ കീബോർഡ് വായിച്ചോ മൈക്കുമായി ഞാൻ പുറകെ ഉണ്ട് എന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് The Tune of God ശ്രീമതി രഞ്ജിത. ഏത് കൂടാത്ത കണക്ക് കൂട്ടിത്തരികയും കുറയാത്ത കണക്ക് പരിഹരിച്ചു തരികയും സ്വർഗരാജ്യത്തിന്റെയും ആത്മാക്കളുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ അഹോരാത്രം കണക്ക് കൂട്ടി പോരാടുന്ന ഒരു CFO ഫാമിലി. പോരാത്തതിന് കാനഡ ലക്ഷ്യമാക്കി പ്രേക്ഷിത പ്രവർത്തനത്തിന് മിഷണറിമാരെ പറഞ്ഞുവിട്ട് ദൂരവേ ഒരു സഭ അവിടെ ലക്ഷ്യമാക്കി ക്രെഡിറ്റും ഡെബിറ്റും ബാലൻസ് ചെയ്ത് സ്വർഗരാജ്യത്തിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ ലോർഡ്സ് ലെറ്റർ ലീഡർ ശ്രീമതി ഷേജമ്മ. സത്യസുവിശേഷത്തിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി അതിന്റെ വിത്തുകൾ അങ്ങ് പത്തനംതിട്ടയിലും പിന്നെ അങ്ങ് ഗുജറാത്തിലും പിന്നെ ഇങ്ങ് ഹൈടെക് സിറ്റി ആയ ദുബായ് വരെ വാരി വിതറി ഇനി അങ്ങ് ചെക്കോസ്ലോവാക്യ വരെ പോകാനുള്ള യൗവനം ബാക്കി നിർത്തി ഞങ്ങൾ പോയിട്ട് മതി നിങ്ങൾ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് കാവുംഭാഗത്ത് നിന്ന് ആദ്യം പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന ദ ഹോളി അഡ്വഞ്ചറർ ശ്രീമതി ആനിയമ്മ. ഇപ്പം വരാമെന്നങ്ങ് നാട്ടിലിരിക്കുന്ന അച്ചായനോട് യാത്രയും പറഞ്ഞ് എലിക്കുഞ്ഞോളം വരുന്ന ഇരട്ട എലിക്കുഞ്ഞുങ്ങളെ പൂച്ചക്കുഞ്ഞുങ്ങളായി വളർത്താൻ അഹോരാത്രം കഷ്ടപ്പെടുകയും ഇപ്പൊ പോകും എന്ന് ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തോടെ ഭീഷണിപ്പെടുത്തി പിന്നെയും എല്ലാ പ്രവാസികളെ പോലെ ഇങ്ങ് മോളുടെ അടുത്ത് ദുബായി വന്നിട്ട് പെട്ടുപോകുകയും അങ്ങോട്ട് പോകാൻ പറ്റിയില്ലേ അങ്ങ് നാട്ടിലിരിക്കുന്ന അച്ചായനെ എങ്ങനെയും ഇങ്ങ് വരുത്താൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദ ഇന്റർനാഷണൽ സൂപ്പർ മോം എന്റെ സ്വന്തം ഓമനമ്മ. പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വാർഷിക മീറ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവർക്ക് ടെമ്പോയും പിച്ചും ട്യൂണും ധാരാളമായി ഇല്ലെങ്കിലും ഇവർ പാട്ടിലൂടെ മാത്രമേ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ സഹോദരിമാരെ?
സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആഹാ, ഇന്ന് നിങ്ങളുടെ മുഖത്ത് പതിവില്ലാത്ത ഫേഷ്യൽ ടച്ച് ഗ്ലോ ഉണ്ടല്ലോ, എന്താണ് കാരണം? എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നേ? നിങ്ങളുടെ അച്ഛന്മാരൊന്നും കൂടെ കൂട്ടിയില്ല? അമ്മാമ്മമാരെ ഇതെങ്ങാണ് അവർ കേട്ടാലുണ്ടല്ലോ. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിടുന്നതാ. ഓക്കെ ഓക്കെ, ഇപ്പൊ അവർക്കൊരു ഇച്ചിരി ആശ്വാസമായിക്കോണം. അല്ല, എന്തു പറ്റി? എൽസ മാമയ്ക്ക് എന്തോ പ്രത്യേകിച്ച് പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് പരമമായ സത്യം. അതിരിക്കട്ടെ, നമ്മൾ പരിചയപ്പെട്ടു എങ്കിലും നിങ്ങളുടെ പേരുകൾ നിങ്ങൾ തന്നെ ഒന്ന് പറയാമോ? നാദനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ? അതും ശരിയാണ്, പേരിലൊക്കെ എന്തിരിക്കുന്നു. നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരല്ലേ നിങ്ങൾ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ദുബായ്? കേരളമാണോ ദുബായ് ആണോ ഇഷ്ടം? ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാട്ടമല്ലയോ വമിച്ചതൻ ജീവിതം. അങ്ങനെ പറയല്ലേ അമ്മാവന്മാരെ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആ ചെളിയിലേക്കും ചേറ്റിലേക്കും ഒക്കെ മടങ്ങാൻ കൊതിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അതിരിക്കട്ടെ, നിങ്ങളുടെ ദേശം എവിടെയാണ്? നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, യേശുവൊരുക്കും ഒരു ശാശ്വത ഭവനം. ആകട്ടെ, നമുക്കിനി സഭയിലേക്ക് വരാം. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കർത്തൃദാസന്മാരെ പരിചയപ്പെട്ടു കാണുമല്ലോ. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പച്ചപ്പുൽപ്പുറങ്ങളിൽ വഴി നടത്തും പാവന സ്നേഹിതനേ, നീ എന്നിടയൻ, നല്ല ഇടയൻ, നീ എന്നിടയൻ, നല്ല ഇടയൻ. അത് പിന്നെ പകൽ പോലെ സത്യമല്ലേ. അപ്പോൾ ഈ നിരനിരയായി അണിയണിയായിരിക്കുന്ന ഞങ്ങളുടെ യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആധുനിക യുഗമല്ലേ. സഹോദരിമാർ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? പാഴാക്കി കളയരുതേ ഓട്ടങ്ങളുടെ ത്വരമെല്ലാം, ലോക ഇമ്പങ്ങൾ വെടിയാം, കർത്താവിനായൊരുങ്ങിടാം. അത് ശരിയാണ്. പക്ഷേ ഇപ്പൊ യുഗമല്ലേ, സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ലല്ലോ. എങ്കിലും ഈ ആധുനിക പെന്തക്കോസ്ത് രീതിയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ഇത്രയേറെ വർഷങ്ങൾ വിശ്വാസ ജീവിതം നയിച്ച നിങ്ങൾക്ക് അടിയുറച്ച് ആത്മീയ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഉപദേശം തരാമോ? പൊക്കളത്തിൽ നാം പൊരുതുക ധീരത, യേശുവിൻ നാമമതേന്തി പോയിടാം സുവിശേഷമോദിടാം നാടെങ്ങും അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഓക്കെ, ഈ കൂടെ
കൂടിയിരിക്കുന്ന സദസ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ? കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ? ഇന്നിവിടെ PIP സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആണല്ലോ. എന്താണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ധന്യമാക്കാൻ എത്തിയ എല്ലാ സഹോദരിമാർക്കും ഞങ്ങളുടെ നന്ദി. ഒത്തിരി സന്തോഷം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാറിയായി യഹോവയെ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. അതെ, അപ്പൊ മടക്കയാത്ര എങ്ങനെയാ? ബോട്ടിൽ ഞാൻ കൈവിടും